ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലുള്ള NCERT സെക്ഷൻ 3.14. ഇത് ഫോക്കസ് ഏരിയയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് നോക്കാം. ഓക്കെ, വീസ്റ്റോൺ ബ്രിഡ്ജ് ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് 4 resistors connected as the sides of a rhombus to find the unknown resistance. അതായത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. ഓക്കെ, അതിലെന്താണുള്ളത്? ഇവിടെ 4 റെസിസ്റ്റേഴ്സ് ഒരു റോംബസിന്റെ 4 സൈഡുകളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റിനെയാണ് വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സർക്യൂട്ട് ഡയഗ്രം കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, വരച്ച് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഇത് ചോദിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വീസ്റ്റോൺ പ്രിൻസിപ്പിൾ. ഓക്കെ, അതായത് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദ്യം. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇതാണ്: അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ P/Q = R/S. ഇതാണ് വീസ്റ്റോൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം ഇതാണ്: എന്താണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വീസ്റ്റോൺ ബ്രിഡ്ജ് എപ്പോഴാണ് ബാലൻസ്ഡ് ആണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണിത്. എപ്പോഴാണ്? വെൻ ദ ഗാൽവനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ. അതായത് ഗാൽവനോമീറ്റർ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ 0 ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം വീസ്റ്റോൺ ബ്രിഡ്ജ് എന്താണ്? ബാലൻസ്ഡ് ആണ്. ഓക്കെ, ഇനി ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്? കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലേ? ഓക്കെ, അപ്പോൾ അത് 0 ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിലൂടെ പോകുന്ന കറണ്ട് 0 ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ദിസ് വൺ. ദ ഗാൽവനോമീറ്റർ കറണ്ട് ഈസ് 0, ദാറ്റ് ഈസ് IG = 0. അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. എന്താണെന്നോ? അതായത് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കറണ്ട് 0 എന്നാണ് അർത്ഥം. ഓക്കെ, എപ്പോഴാണ് അത് 0 ആവുന്നത്? എപ്പോഴാണ് ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് 0 ആവുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇതാണ്. നമുക്കറിയാം കറണ്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, അല്ലേ? അപ്പൊ ഇവിടെ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഏത് പോയിന്റുകൾക്കിടയിലാണ്? B എന്ന പോയിന്റിനും D എന്ന പോയിന്റിനും ഇടയിലാണ് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് 0 ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. ഓക്കെ, കാരണം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. അപ്പോൾ ഈ 2 പോയിന്റുകൾക്കിടയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. ശരിയല്ലേ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം: VB - VD = 0. That means potential at the point B and potential at the point D are same. So this is very important point. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഈ വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് A എന്ന പോയിന്റിനും C എന്ന പോയിന്റിനും ഇടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് എ ബാലൻസ്ഡ് വീസ്റ്റോൺ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പോയിന്റ് A ആൻഡ് C എന്ന് പറഞ്ഞാൽ ബാറ്ററി കണക്ട് ചെയ്ത പോയിന്റുകളാണ് എയും സിയും. ആ 2 പോയിന്റുകൾക്കിടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ അതിന്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വളരെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ അതിന്റെ മെത്തേഡ് കൂടി പറയാം. നമുക്കറിയാം ഈ ബാറ്ററി എന്ത് ചെയ്യും? കറണ്ട് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററി സെൻഡ് ചെയ്യുന്ന കറണ്ട് ഈ I എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്യും. I1 ആയിട്ട് Pയിലൂടെ പോവും, I2 എന്ന് പറയുന്ന ഒരു കറണ്ട് Rലൂടെ പോവും. ശരിയല്ലേ? ഇനി ആ കറണ്ട് B എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു. ഓക്കെ, ഇത് ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞു. ബാലൻസ്ഡ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് 0 ആണ്, അല്ലേ? അപ്പൊ ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഒരു പാത്തിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് I1 കറണ്ട് ഏതിലൂടെ പോവും? Qയിലൂടെ പോവും. ശരിയല്ലേ? അതുപോലെ ഡിയിലെത്തുന്ന കറണ്ടോ? ഡിയിലെത്തുന്ന കറണ്ട് ഏതാണ്? I2 ആണ്. I2 എന്ന് പറയുന്ന കറണ്ട് ഈ എസിലൂടെ പോവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്തിലൂടെ, ഈ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത പാത്തിലൂടെ എന്ത് പോകുന്നില്ല? കറണ്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഈ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം. ബാലൻസ്ഡ് കണ്ടീഷനിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് റിമൂവ് ചെയ്യാം? ആ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത ആ ഭാഗം നമുക്ക് സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാം.
അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? പിയിലൂടെ പോകുന്ന കറണ്ടും ക്യൂയിലൂടെ പോകുന്ന കറണ്ടും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് അത് രണ്ടും സീരീസ് ആണ്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ ആണ്. ശരിയല്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ഒരു കാര്യം മനസ്സിലായി, ആറിലൂടെ പോകുന്ന കറണ്ടും എസിലൂടെ പോകുന്ന കറണ്ടും സെയിം ആണ്. അതുകൊണ്ട് ആ ഒരു കണക്ഷനും എന്താണ്? സീരീസ് ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ്? ആർ പ്ലസ് എസ് ആണ്. ശരിയല്ലേ? പക്ഷേ ഈ പി പ്ലസ് ക്യൂ എന്ന് പറയുന്ന റെസിസ്റ്റൻസും ആർ പ്ലസ് എസ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇപ്പോഴെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ്. അതുകൊണ്ട് ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പി പ്ലസ് ക്യൂ ആർ പ്ലസ് എസ്, ആ പാരലൽ കോമ്പിനേഷന്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ equivalent resistance is given by R1 R2 divided by R1 plus R2. Okay, ഇവിടെ R1 സ്ഥാനത്ത് P plus Q ആണ്, R2 സ്ഥാനത്ത് R plus S ആണ്. Therefore, the equivalent resistance of the Wheatstone bridge under balanced condition is Req is equal to P plus Q into R plus S divided by P plus Q plus R plus S. മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കൂടാതെ ഇവിടെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് വീസ്റ്റോൺ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതായത് P by Q is equal to R by S എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മനസ്സിലായോ? ആ ഡെറിവേഷൻ 3 മാർക്കിന് ചോദിക്കും. അതുകൊണ്ട് ഈ സർക്യൂട്ട് ഡയഗ്രാം പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ ആ ഡെറിവേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, ദാറ്റ്സ് എ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആണ്. എസ് ഈസ് ദ അൺനോൺ റെസിസ്റ്റൻസ്. അതുകൊണ്ട് P by Q ഈക്വൽ ടു R by S. ആ ഇക്വേഷൻ അന്ന് എസ് കണ്ടുപിടിക്കാം. ഓക്കെ, എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതായത് P by Q ഈസ് ഈക്വൽ ടു R by S ആണെങ്കിൽ S ഈസ് ഈക്വൽ ടു Q ഇൻറ്റു R ഡിവൈഡഡ് ബൈ P എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്. നമുക്ക് ചില സർക്യൂട്ടുകൾ തരും. ഓക്കെ, ആ സർക്യൂട്ട് തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ. അതായത് അത് വീസ്റ്റോൺ ബ്രിഡ്ജിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണോ അല്ലയോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഓൾറെഡി വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അറിയാം. അതുകൂടാതെ 3 ഫോമിലുള്ള സർക്യൂട്ട് ഡയഗ്രാം കൂടി ഉണ്ട്. ആ സർക്യൂട്ടുകളെ നിങ്ങൾക്ക് വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഫോമിലേക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് 3 ഫിഗറുകൾ തന്ന കണ്ടോ? ഈ 3 ഡയഗ്രാം വീസ്റ്റോൺ ബ്രിഡ്ജിന് ഈക്വലൻ്റ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തന്നിരിക്കുന്ന ഡയഗ്രാം വീസ്റ്റോൺ ബ്രിഡ്ജിന് ഈക്വലൻ്റ് ആണെന്ന്? ഒന്നാമത്തെ ഫിഗർ നോക്കൂ, ഇത് വീസ്റ്റോൺ ബ്രിഡ്ജിന് ഈക്വലൻ്റ് ആണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനുവേണ്ടി ഞാനിവിടെ ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. 1 2 3 4. ഓക്കെ, ഇങ്ങനെ 4 പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഇനി ഞാനിതിനെ മാറ്റി വരക്കുകയാണ്. ആദ്യം 1 മാർക്ക് ചെയ്തു, പിന്നെ 2 മാർക്ക് ചെയ്തു. ഓക്കെ, 1-ൻ്റെയും 2-ൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് ഏതാണ്? P ആണ്. അപ്പോൾ 1-ൻ്റെയും 2-ൻ്റെ ഇടയിൽ ഞാൻ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു, P. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? 2-ൻ്റെയും 3-ൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് ഏതാണ്? G ആണ് അല്ലേ? അപ്പോൾ ഞാൻ 2-ൻ്റെയും 3-ൻ്റെ ഇടയിൽ, അപ്പോൾ 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 2-ൻ്റെയും 3-ൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് G എന്നിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 1-ൻ്റെയും 3-ൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എത്രയാണ്? R ആണ്. അപ്പോൾ ഞാൻ 1-ൻ്റെയും 3-ൻ്റെ ഇടയിൽ ആ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു, ദാറ്റ് ഈസ് R. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് 3-യുടെയും 4-ൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് S ആണ്. അപ്പോൾ ഞാൻ 4 മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 3-യുടെയും 4-ൻ്റെ ഇടയിൽ ഞാൻ S മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി 2-ൻ്റെയും 4-ൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് ആണ് Q. അപ്പോൾ 2-നും 4-നും ഇടയിൽ എന്ത് വരക്കാം? Q എന്ന റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, 1-ൽ നിന്നുള്ള പോയിന്റ് ആണ് A, 4-ൽ നിന്നുള്ള പോയിന്റ് ആണ് B. ശരിയല്ലേ? ഓക്കെ, ഇനി എയുടെയും ബിയുടെയും ഇടയിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിന് ഈക്വലൻ്റ് ആണ്? വീസ്റ്റോൺ ബ്രിഡ്ജിന് ഈക്വലൻ്റ് അല്ലേ? സോ ദിസ് ഈസ് ഈക്വലൻ്റ് ടു ദ വീസ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഈ ഫിഗറിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1 2 3 4 ഇങ്ങനെ 4 പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ഓരോ പോയിന്റുകളും മാർക്ക് ചെയ്തിന് റീഡ്രോ ചെയ്യുകയാണ്. സോ 1 മാർക്ക് ചെയ്തു, പിന്നെ 2 മാർക്ക് ചെയ്തു, 3 മാർക്ക് ചെയ്തു, 4 മാർക്ക് ചെയ്തു. ശരിയല്ലേ? ഇനി 1-ൻ്റെയും 2-ൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് എത്രയാണ്? P ആണ്. 2-ൻ്റെയും 3-ൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് ഏതാണ്? Q ആണ്. 3-യുടെയും 4-ൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് S. അതുപോലെ 1-ൻ്റെയും 4-ൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് R. ശരിയല്ലേ? ഓക്കെ, ഇനി 2-ൻ്റെയും 4-ൻ്റെ ഇടയിൽ എന്താണുള്ളത്? സെല്ലാണുള്ളത്, E.
അപ്പോൾ 2നും 4നും ഇടയിൽ ഞാൻ എന്ത് മാർക്ക് ചെയ്യുന്നു? സെല്ല് മാർക്ക് ചെയ്യുന്നു. അതുപോലെ 1ന്റെയും 3ന്റെയും ഇടയിൽ എന്താ ഉള്ളത്? ഗാൽവനോമീറ്റർ ഉള്ളത്. ആ ഗാൽവനോമീറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തിന് തുല്യമാണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് തുല്യമല്ലേ? സോ ദിസ് ഈസ് ഈക്വലന്റ് ടു ദ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് മാറ്റി വരക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫിഗർ നോക്കൂ. അതെങ്ങനെയാണ് മാറ്റി വരക്കുന്നത്? നേരത്തെ പോലെ തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്യാണ് 1 2 3 4. ഓക്കെ, ഇനി ഞാൻ ഇതിനെ മാറ്റി വരക്കാൻ വേണ്ടി പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. 1 2 3. 1ന്റെയും 2ന്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് G ആണ്. 2ന്റെയും 3ന്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് Q ആണ്. 1ന്റെയും 3ന്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് S ആണ്. ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 2ന്റെയും 4ന്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് ഏതാണ്? P ആണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ 4 മാർക്ക് ചെയ്യുന്നു. 4ൽ നിന്ന് 2ന്റെയും 4ന്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് ഞാൻ P മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 1ന്റെയും 4ന്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. ഓക്കെ, ഞാൻ 1ന്റെയും 4ന്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് 6 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി 4ൽ നിന്ന് A എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, അതുപോലെ 3ൽ നിന്ന് B എന്ന പോയിന്റും ഉണ്ട്. ശരിയല്ലേ? ഈ രണ്ട് പോയിന്റുകൾക്കിടയിലാണ് നമ്മൾ സെല്ല് കണക്ട് ചെയ്യുന്നത്. നൗ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഈ രീതിയിൽ നമുക്ക് ഈ സർക്യൂട്ടുകളെ റീഡ്രോ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക, ഈ 3 ഫോമിലുള്ള സർക്യൂട്ടുകളും എന്തിന് ഇക്വലന്റ് ആണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് ഇക്വലന്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഇതിൻ്റെ ഡെറിവേഷൻ നിർബന്ധമായി പഠിച്ചു വെക്കുക. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.